Hi guys, welcome back. In the 2015 model Innova നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സബ്വൂഫർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്നേക്കാം കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മൾ പേഴ്സണൽ മെസ്സേജ് വരെ അയച്ചു പറയാറുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സബ്വൂഫർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏത് കമ്പനിക്കാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലെവലിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സബ്വൂഫർ ആണ്. പയനിയറിന്റെ എൻഗ്രോസർ ടൈപ്പ്, അതേപോലെ തന്നെ പയനിയറിന്റെ 2 ചാനൽ ആമ്പും വയറിംഗ് കിറ്റ് ആണ്. അപ്പൊ ഇത് 1300 വാട്ട് വരുന്ന ഒരു എൻഗ്രോസർ ടൈപ്പ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല എഫക്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ്. ആമ്പ് 500 വാട്ട് വരുന്ന ഒരു 2 ചാനൽ ആമ്പാണ്. ഒപ്പം വയറിംഗ് കിറ്റ് നമ്മുടെ സ്കോഷിന്റെ 650 വാട്ട് വരുന്ന വയറിംഗ് കിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു വയറിംഗ് കിറ്റ് ആണ്. അപ്പൊ കുറഞ്ഞു കിട്ടുമ്പോൾ റേറ്റ് കുറവായിരിക്കും, 850 റേഞ്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് 2900 വരുന്നുണ്ട്, വയറിംഗ് കിറ്റ് 3000 ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഈട് നിൽക്കും. വേറെ ഇതിൽ എപ്പോഴും സപ്ലൈ വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂപ്പൽ വരെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ഒറിജിനൽ വയറിംഗ് കിറ്റ് ഒക്കെ ചെയ്യാം നമ്മളെ വണ്ടിയിൽ. അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് കംപ്ലൈൻസ് ഉണ്ടാവും, നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെ നല്ല പ്രൊഡക്റ്റുകൾ വയറിംഗ് കിറ്റ് സംബന്ധിച്ച് നോക്കുമ്പോൾ ചെയ്യാട്ടോ. പിന്നെ സബ്വൂഫർ ഇതൊരു 20 രൂപ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വയറിംഗ് കിറ്റും ആമ്പും സബ്വൂഫറും കൂടി ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇതല്ലാണ്ട് നമുക്ക് നോർമൽ സബ്വൂഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 7000, 600, 8 രൂപ റേഞ്ചിലൊക്കെ സബ്വൂഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് സബ് എടുക്കുമ്പോൾ ചില കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. മറ്റേതാകുമ്പോൾ ഗെയിം വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഓഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് ഇരിക്കില്ലേ, ബാസ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ട്യൂണിങ്ങിൽ എല്ലാവർക്കും ആ ഒരു സബ്വൂഫറിന് വരിക. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് സബ്വൂഫർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എൻട്രി ലെവലാണ്. കാരണം വെച്ചാൽ പയനിയറിന്റെ ഒക്കെ എൻട്രി ലെവലായിട്ട് വരുന്ന സബ്വൂഫറാണ് ഈ ഒരു 1300 വാട്ട് വരുന്നതും അതേപോലെ തന്നെ 500 വാട്ട് വരുന്ന ആമ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതല്ലാണ്ട് നോർമൽ ആയിട്ട് ഉള്ളതുണ്ട് കേട്ടോ. നമ്മളടുത്ത് ജയലോഡി ഉണ്ട്, അതേപോലെ തന്നെ ESBD ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ബ്രാൻഡുകളും ഉണ്ട്. പക്ഷെ പയനിയറിന്റെ എൻഡേലായിട്ട് വരുന്ന സബ്വൂഫറാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 20 രൂപ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം ബ്രാൻഡഡ് ഐറ്റം ചെയ്യണമെങ്കിൽ ഈ ഒരു ഐറ്റം ആണ് റെഫർ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഇത്രയും ബാസ് എഫക്റ്റ് ഉള്ള ഒരു സബ്വൂഫർ ആഡ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഉള്ളത് ഒരു 7 ഇഞ്ചിന്റെ സ്റ്റീരിയോ ആണ്. 4 സ്പീക്കേഴ്സ് കമ്പനി ടയോട്ടയുടെ സ്പീക്കേഴ്സ് ആണ്. അപ്പോ സബ്വൂഫറിന് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും, പക്ഷെ സ്പീക്കേഴ്സ് എന്നുള്ള ഔട്ട് കുറവായിരിക്കും. അപ്പൊ അടുത്ത ബഡ്ജറ്റിൽ ഇപ്പൊ ഇത്രയും 20 രൂപ ബഡ്ജറ്റ് ഉണ്ട്. ഇനി അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് 4 സ്പീക്കേഴ്സ് ചെയ്യാം, ഡാമ്പിങ് ചെയ്യാം, ഒപ്പം ഒരു 4 ചാനലോ അല്ലെങ്കിൽ 5 ചാനൽ ആമ്പ് ചെയ്യാം. 5 ചാനൽ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് 4 ഡോറിലും സ്പീക്കേഴ്സ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം ഈ ഒരു എൻഗോസർ ടൈപ്പ് സബ്വൂഫർ കണക്ട് ചെയ്യാം. 4 ചാനൽ ആകുമ്പോൾ ഇതിപ്പോ 2 ചാനൽ ആകുമ്പോൾ ഇത് സബ് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ 2 ഡോർ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ 5 ചാനൽ എടുക്കുകയാണെങ്കിൽ 4 ഡോറിലും ഒപ്പം സബ്വൂഫറും കൊടുക്കാൻ പറ്റും. 4 കോമൺ സ്പീക്കേഴ്സും സബ്വൂഫറും കൊടുക്കാൻ പറ്റും. 4 ചാനൽ ആമ്പ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സബും കൊടുക്കാം, 2 സ്പീക്കേഴ്സും ഔട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ 4 ഡോർ സ്പീക്കേഴ്സും കൊടുക്കാം. അങ്ങനെയാണ് അതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായിട്ടും ഇതിന്റെ വയറിംഗ് കിറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് നല്ലൊരു സോങ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഏതായാലും ഇതിന്റെ ബാസ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ.